ബ്രെയിനിന് തീപിടിച്ച സ്റ്റീഫനെ പോലെ ഒരാളുടെ കൂടെ ജീവിക്കാൻ നിശ്ചയിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്താ നിനക്ക് എന്നെ മടുത്തോ? എനിക്ക് വേറെ വഴി നോക്കിക്കോ, എനിക്ക് നോ കംപ്ലൈന്റ്സ്. പെണങ്ങാതെ സ്റ്റീഫ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. കുറെ നേരം ആയല്ലോ സ്റ്റീഫ തുടങ്ങിയിട്ട്. കിട്ടിയോ? Children were missing from orphanage. Yes. എന്റെ സ്റ്റീഫ, പബ്ലിക്കിന് മുന്നിൽ ഒരു എക്സ്ക്ലൂസീവിൽ കവിഞ്ഞ ഒരു ഇമ്പോർട്ടൻസ് സ്റ്റീഫന്റെ സ്റ്റോറിക്ക് കിട്ടുന്ന എനിക്ക് തോന്നില്ല. ഒരു എക്സ്ക്ലൂസീവ് ന്യൂസാണ് ഏതൊരു ജേർണലിസ്റ്റിൻ്റെയും എയിം. പക്ഷേ എനിക്കത് പോരാ. എൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ്, സ്ട്രഗിൾസ്, ഇതിനൊക്കെ റിസൾട്ട് ഉണ്ടാവണം. ഓർഫനേജുകളിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ മിസ്സിംഗ് ആവുന്ന കുട്ടികളെക്കുറിച്ച് സ്റ്റീഫൻ എത്രയോ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? സ്ട്രോങ് പ്രൂഫ് ഉണ്ടായിട്ട് പോലും പലതും പബ്ലിഷ് ചെയ്യാൻ മാനേജ്മെന്റ് തയ്യാറായില്ലല്ലോ. ശരിയാണ്, ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എനിക്കൊന്ന് ഉറപ്പുണ്ട്, എൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും പാഴാകില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഹലോ, യെസ്, സ്റ്റീഫൻ ഹിയർ. യെസ് മാം, യെസ്, ഷുവർ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ഇതിത്ര ഹൊറിബിളാണെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. അതെ മാഡം, നമ്മുടെ നാട്ടിൽ ഓർഫനേജുകളെ ബേസ് ചെയ്ത് അവയവങ്ങളുടെ വിൽപ്പനയും സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനും കൂടാതെ മയക്കുമരുന്ന് വിൽപ്പനയും ധാരാളം നടക്കുന്നുണ്ട്. പല മിസ്സിങ്ങുകൾക്കും കാരണം ഇത്തരം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ്. പബ്ലിഷ് ചെയ്ത ഫോട്ടോഗ്രാഫുകളേക്കാൾ ഞെട്ടിക്കുന്ന കുറേ കളക്ഷൻസുകൾ എൻ്റെ പക്കലുണ്ട് മാഡം. ഇതൊക്കെ കേട്ടിട്ട് തന്നെ ഞാൻ ആകെ ഡിപ്രസ്ഡാണ്. എന്തായാലും ഇതേപ്പറ്റി അന്വേഷിക്കാൻ വളരെ സിൻസിയറും എഫിഷ്യൻറ്റുമായ ഒരു കമ്മീഷനെ നിയമിക്കാൻ ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. പോരെ? താങ്ക് യു മാഡം. നമ്മുടെ നാട്ടിൽ ചാരിറ്റിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന സകല കള്ളനാണയങ്ങളെയും കണ്ടെത്താൻ ഈ കമ്മീഷന് സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കൂടാതെ കഴിഞ്ഞ 5 വർഷങ്ങളിലെ മുഴുവൻ ചൈൽഡ് മിസ്സിംഗ് കേസുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനും ഓർഡർ നൽകി കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച്. വകുപ്പ് മന്ത്രിയും ഈ മന്ത്രിസഭയുടെ പ്രതിനിധിയും എന്ന നിലയ്ക്ക് താങ്ക്സ് പറയേണ്ടത് ഞാൻ നിങ്ങളോടാണ്. ഞാൻ നടത്തിയ അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇത് കേരളത്തിലെ ഒരു അനാഥാലയത്തിൻ്റെ കഥ. ഇതാണ് മാക്സ് മുള്ളർ ഓർഫനേജ്. എത്രയോ അറിയാക്കഥകൾ ആരും കാണാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അനാഥാലയം. തെരുവിൽ നിന്നും മറ്റ് ഇതര സ്ഥാപനങ്ങളുടെ സഹായത്താലും ഇതുപോലുള്ള അനാഥ മന്ദിരങ്ങളിൽ എത്തുന്ന കുട്ടികളിൽ നിന്ന് എത്ര പ്രതിഭകളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്? ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. മറിച്ച് ഇത്തരം സ്ഥാപനങ്ങളുടെ മറവിൽ വിലയുള്ള ശക്തമായ അവയവ വിൽപ്പനകൾ നടക്കുമ്പോൾ ഒരു നിധാരി മാത്രം നമ്മൾ അറിയുന്നു. ആരും ശബ്ദിക്കാനില്ലാത്ത, ആരും ശബ്ദമുയർത്താനില്ലാത്ത ഈ കുഞ്ഞുങ്ങൾക്ക് ഇവരിൽ നിന്ന് തന്നെ ഒരു ശബ്ദമുയർന്നു. അവൻ്റെ പേര് ഒലിവർ എന്നായിരുന്നു. ഒലിവർ ട്വിസ്റ്റ്. നാല് ചക്രത്തിലുരുണ്ട് വരും പട്ടാളക്കാരൻ ആന്റണി സാർ. മിണ്ടിയാലടിക്കും അനങ്ങിയാലടിക്കും ഉണ്ടത്തലയൻ ആന്റണി സാർ.
കുളിക്കുവാൻ സോപ്പില്ല, ഉടുക്കുവാൻ തുണിയില്ല, അതിരാവിലെ ഒരു കുളിസീന്. ഉണ്ടക്കണ്ണ് കപ്പട മീശ ക്രൂരനാണീ ആന്റണി സാർ. ഖുഷിയാണ് ഖുഷിയാണ് എല്ലാവർക്കും ഖുഷിയാണ് ആന്റണി സാറിനെ കാണുന്നത്. മുകളിൽ കോട്ടിട്ട് പകുതി കട്ടിട്ട് പൂതന പോലൊരു മറിയ ചെത്തി. അയ്യോ, കാരണം ഉറങ്ങാനും സമ്മതിക്കും. എന്താടാ എന്താടാ ഇവിടെ ബഹളം? ആർക്കാടാ രാത്രി പേളയത്? പോയി കിടന്ന് ഉറങ്ങിനടാ. എന്താടാ എന്താടാ നോക്കിയിരിക്കുന്നത്? കിടന്നുറങ്ങടാ. എടോ ലൂയിസേ, തന്റെ ഓർഫനേജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു എൻക്വയറി കമ്മീഷൻ വരുന്നുണ്ട്. എൻക്വയറി കമ്മീഷനോ? അതേടോ, തനിക്കെതിരായിട്ട് ഒരു കമ്മീഷൻ. വൈ ഷുഡ് വി ബോദർ അബൌട്ട് ദ കമ്മീഷൻ? എത്ര കമ്മീഷനുകൾ വന്നു? എത്ര റിപ്പോർട്ടുകൾ പോയി? എടോ, ഇത് താൻ കരുതുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോകാതിരുന്നാ മതി. ആട്ടെ, ആരാ ഈ പുതിയ കക്ഷി? ഒരു ഫ്ലോറ. ഷീ ഈസ് വെരി ഇന്റലിജന്റ് ആൻഡ് ബ്രില്യന്റ്. അതേടോ, ഫ്ലോറ. ഫ്ലോറയോ? അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല. എല്ലാം ഒന്നും നോക്കിയും കണ്ടും ചെയ്താ തനിക്ക് കൊള്ളാം. എന്നാ വെക്കട്ടെ? ശരി. ഫ്ലോറ. പോലീസുകാരെ കേട്ട നമ്മളെ പാടിച്ച് കൊല്ലും. പട്ടാൾക്കാരനെല്ലാം ഇന്ന് കുളിക്കാൻ പോകണം. നേരായി അത് എൻ്റെ സമയമായി. അങ്ങനെ എടുത്തോണ്ടല്ലേ വെള്ളം തോരാൻ പറ്റണം. അതിനായി സ്കൂളിലൊക്കെ അറിയാമോ?
ആ അതാ തുണി ഭയങ്കര പാട് അവിടെ ശരിയാ ഭയങ്കര പാട് ഇല്ലാത്തോണ്ട് വിളിക്കാൻ നേരത്തെ കുളിക്കാൻ പോകുന്ന നല്ല എന്താ ചൂട് പതുക്കെ കേട്ടാ പിന്നെ വലിയ പ്രശ്നം. എന്നാ ഇന്ന് അടിയുടെ പൂരായിരിക്കും. അതിന്റെ സോപ്പ് അതെടുക്കാതെ ഇതിങ്ങനെ ചൂടെന്താണ് തണുപ്പ് ദൈവത്തോട് വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ എന്നെ തന്നെ കുറച്ച് എന്റെ അമ്മ അവിടെ, എന്റെ അമ്മ അവിടെ, എന്റെ അമ്മ ആരെടുത്തത്? എന്റെ അമ്മ അവിടെ, എന്റെ അമ്മ അവിടെ. ആരെടുക്കാൻ? അല്ലെങ്കിൽ അതിന് നിനക്കവിടെ അമ്മ. എന്റെ അമ്മ അവിടെ. എന്റെ അമ്മ തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എവിടെ എന്റെ അമ്മ? ആർക്കറിയാം? അമ്മേ ഒലിവർ, come to the office.
അമ്മേ 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 അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ കൊന്നുകളയലാറ്റിനെ കുരുത്തം കേട്ട കുരുപ്പുകള് പറഞ്ഞില്ല എന്ന് വേണ്ട. ഒരാളല്ല. May I come in, sir? Yes, come in. ആരാ? എന്താ? I am Flora. ആ, ഇരിക്കൂ. Thanks. മരിയ, please go to the administrative office. She will manage. Okay. Okay? Thank you. Good morning, ma'am. Good morning. An orphan is an orphan. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വന്തം കയ്യൊപ്പ് നെഞ്ചിലേറ്റിയവരാണ് ഇവിടുത്തെ കുട്ടികൾ. ആ കുട്ടികളെ സംരക്ഷിക്കുവാനും പരിചരിക്കുവാനും ഒരു നല്ലൊരു സ്ഥലം, അതും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്. അല്ലാതെന്താ? പിന്നെ പുറത്ത് കേൾക്കുന്ന ചില നിറം പിടിപ്പിച്ച കഥകൾ ഒക്കെ വേറെ സെൻസേഷന് വേണ്ടിയുള്ള മാധ്യമങ്ങളുടെ ചില കളികൾ മാത്രമാ. മാമിനുള്ള അക്കോമഡേഷൻ TBയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നോ താങ്ക്സ്. എനിക്ക് എല്ലാം വളരെ റിയലിസ്റ്റിക്കായി ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. എനിക്കിവിടുത്തെ കുട്ടികളോടൊപ്പം മുഴുവൻ സമയവും ചെലവഴിക്കണം. മാം, വി ഹാവ് അവർ ഓൺ ലിമിറ്റേഷൻസ്. പരിമിതികൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. മാത്രമല്ല, ഡയറക്ടറുടെ സ്പെഷ്യൽ പെർമിഷന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ മാം, പ്ലീസ് കം. ഷീ സീതാലക്ഷ്മി, കെയർടേക്കർ. മാഡത്തിനുള്ള റൂമൊക്കെ അറേഞ്ച് ചെയ്തോളൂ. യെസ് മാഡം. ഓക്കെ മാം, താങ്ക് യു. ടേക്ക് കെയർ. ജോ, യെസ് മാഡം. ഫയലും സാധനങ്ങളൊക്കെ എടുത്തു വന്നോളൂ. കം സീത. മാഡം സൂക്ഷിച്ച്. ഞാൻ കൈതരാം. ഇവിടെ തന്നെ മാഡം താമസിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. 1-2 ഹൗസുകൾ ഞാൻ കാണിക്കാം. ഇവിടെ ആകുമ്പോ ഈ ബ്യൂട്ടിഫുൾ നേച്ചർ എൻജോയ് ചെയ്യാമല്ലോ. പതുക്കെ. ഇതാണ് മാഡത്തിന് പറഞ്ഞിരിക്കുന്ന മുറി. ഗ്രേറ്റ്. 4 മണി കഴിഞ്ഞാൽ മൂടൽമഞ്ഞിറങ്ങും. പിന്നെ ഭയങ്കര തണുപ്പാ. എന്തായാലും മാഡത്തിനതൊരു പുതിയ അനുഭവമായിരിക്കും. വെരി നൈസ്. ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എനഫ്. പത്തറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തമ്പുരാന് സഹാനുഭൂതി തോന്നിയതാ ഈ ഓർഫനേജ് എന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വെള്ളക്കാർക്ക് കൈമാറി. അതവസാനം കറങ്ങി തിരിഞ്ഞ് ഈ പട്ടാളക്കാരന്റെ കയ്യിലായി. മാഡം പറഞ്ഞത് ശരിയാ, ഇത്തിരി പഴക്കമുള്ള കെട്ടിടമാ. ഇപ്പൊ ശരിക്കു പറഞ്ഞാ ഇതൊരു അഭയാർത്ഥി കേന്ദ്രമാ. കുറെ കുഞ്ഞുങ്ങളെ ഒരു മതിൽക്കെട്ടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്ന അഭയാർത്ഥി കേന്ദ്രം. എടോ ലൂയിസേ, ജോളിയായിട്ടൊന്ന് കൂടാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നേ. അപ്പൊ താൻ മൂഡൌട്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതത്ര ഈസി അല്ല. എന്ത്? ഇതിനു മുൻപ് വന്നിട്ടുള്ളവരെ പോലെ അല്ല ഇവള്. ഇത് കൈക്കുള്ളിൽ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് വൺ തിങ്, ഷീ ഈസ് വെരി സ്മാർട്ട്. അവളാര്? ഫ്ലോറ. എഴുന്നേറ്റ് വന്നാട്ടെ, ഭക്ഷണം കഴിക്കാം. ആ,
ഒന്നൂടെ വേണ്ട. വാ കഴിക്കാം. അല്ല സീതാലക്ഷ്മി, വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഓ, അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഇവിടുന്ന് അവധി കിട്ടിയിട്ട് വേണ്ടേ വീട്ടിലോട്ട് പോവാൻ. പിന്നെ ഞാനിപ്പോ അങ്ങോട്ട് ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. കെട്ടിയോ മുഴുകുടിയനാ. പിന്നെ പിള്ളേര്, അവർക്കിപ്പോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല ശീലമായി. അവരുടെ ചെലവിനുള്ളത് ഞാൻ ഇവിടുന്ന് അയച്ചു കൊടുക്കും. പിന്നെ ഇവിടെ ഈ കുട്ടികളോടൊപ്പം കഴിഞ്ഞ് ഞാനും ഇപ്പോൾ ഒരു അനാഥയെ പോലെയായി. അല്ല, മാഡത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വരട്ടെ, സമയമുണ്ടല്ലോ, ഒക്കെ വിശദമായിട്ട് പറയാം. ഭക്ഷണത്തിനുള്ള ബെല്ല അല്ലെന്ന് പതിവിൽ നേരത്തെയാണല്ലോ. ഞാൻ ഏതായാലും അങ്ങോട്ട് ചെല്ലട്ടെ. ഞാനും വരാം. കുട്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടാമല്ലോ. ജസ്റ്റ് 1 സെക്കൻഡ്. Is this the dining hall? അതെ. ഇതാരാ അമ്മേ? എന്താ എല്ലാവർക്കും ഒരു സംശയഭാവം? ഇതേ പുതിയ അതിഥിയാ. നിങ്ങളെയൊക്കെ നേരിട്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. ആരാന്ന് മനസ്സിലായോ? ആരാ? പുതിയ ടീച്ചറാ? അതെ, പുതിയ ടീച്ചറാ. എല്ലാവരും ഇല്ലല്ലോ. ഒലിവർ എവിടെ? അവൻ ഇന്നും പതിവ് പോലെ പിണക്കത്തില. അതാരാ സീതാലക്ഷ്മി ഈ പിണങ്ങിയിരിക്കുന്ന ആള്? നമുക്ക് അയാളെ ഒന്ന് കാണണമല്ലോ. ആ കുട്ടി ഇടയ്ക്കൊക്കെ അങ്ങനെയാ. എന്താ ആ കുട്ടിയുടെ പേര്? ഒലിവർ. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ശരി മാഡം, ഇതിലെ. ഞാൻ വിളിച്ചോളാം. ഒലിവർ എന്താ ഭക്ഷണം കഴിക്കാതിരിക്കുന്നേ? ആരോടെ ഈ പിണക്കം? പുതിയ ടീച്ചറാ. അതിരിക്കട്ടെ, ഒലിവർ എന്തിനാ പിണങ്ങിയത്? എന്റെ അമ്മ എന്നിൽ നിന്ന് പറിച്ചെടുത്താൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എവിടെ ഒലിവറിന്റെ അമ്മ? ഞാൻ നോക്കട്ടെ. അമ്മ ഇപ്പോ മോന്റെ അടുത്ത് തന്നെ ഉണ്ടെങ്കിലോ? ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അതിന്റെ സമ്പൂർണവും വൈവിധ്യവുമായ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ നാട്ടുകാരെയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും
രാമു ഒന്ന് മാറിക്കണോ പിള്ളേരെ? കുറച്ച് വെള്ളം എടുക്ക. രാമു ഡാടാ എവിടെ പോന്നടാ? എന്താ കണി? എന്തോ പറ്റിയടോ? എന്നെ തള്ളിയിട്ടച്ച് താക്കോല നായിന്റെ മോ തട്ടിപ്പറിച്ചോണ്ട് പോയി സാർ. ആരാത്? ആ ഭ്രാന്തൻ ചെക്കൻ ഒളിവർ. യു കം ടു ദ ഓഫീസ്. യെസ് സാർ. രാമു ഡോക്ടറുമില്ല, മരുന്നുമില്ല. രോഗം വന്ന ഇവിടെ ഒരു പട്ടി പോലും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. തിരക്കെന്ന് പറഞ്ഞാൽ എന്താ തിരക്ക്? എൻ്റെ കാര്യമാണേ. വൈഫ് അച്ചാമ്മയ്ക്ക് ഇന്നും ധ്യാനം കൂടാൻ പോകണമെന്ന്. അവളവിടെ റെഡിയായി നിൽക്കുക. ഒപ്പിടാൻ വരട്ടെ. ഇവിടുത്തെ പുതിയ സംഭവവികാസങ്ങൾ വല്ലതും ഡോക്ടർ അറിഞ്ഞോ? എങ്ങനെ അറിയാനാ? ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു എൻക്വയറി കമ്മീഷനെ നിയമിച്ച വിവരം. ഓ, അതാണോ? അതെ, കമ്മീഷനെ കണ്ട ശേഷം ഒപ്പിട്ടാ മതിയെന്ന ഉത്തരവ് അകത്തുണ്ട്. പ്രശ്നമാകുമോ? ഏയ്, മേ ഐ കം ഇൻ? യെസ് പ്ലീസ്. ഹലോ മാഡം. പ്ലീസ് ടേക്ക് യു സീറ്റ്. ഞാൻ ഡോക്ടർ ചാക്കോ അല്ലേ? പരിചയപ്പെടുത്തേണ്ടതില്ല. എനിക്ക് നിങ്ങളെ വളരെ നന്നായിട്ട് അറിയാം. അതെങ്ങനെ? നിങ്ങളുടെ ഹിസ്റ്ററി ഞാൻ കുറെ പഠിച്ചു. 2-3 ആഴ്ച കൂടുമ്പം വഴിപാട് പോലൊരു സന്ദർശനം അല്ലേ? നിങ്ങളെപ്പറ്റി ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റ് ഹെഡിലേക്ക് പ്രൊസീഡ് ചെയ്യണോ എന്നറിയാനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. അതെ, സോറി മാഡം, ഇത്തവണ ഒരു എക്സ്ക്യൂസ്. എക്സ്ക്യൂസ് മീ. അച്ചാമ്മേ, ധ്യാനം നമുക്ക് അടുത്ത ആഴ്ച കൂടാം അല്ലേ? അടുത്ത ആഴ്ച ഇത് ഞാൻ തനിച്ചങ്ങ് പോയാ മതി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഓ ശരി ശരി. വൈഫായിരുന്നു, വഴിയിൽ നിൽക്കുക. Ave
ഒന്ന് വേഗം ആട്ടെ. ആ അവിടെ എന്തോ ശബ്ദം കേട്ടു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആ സ്റ്റിച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ പെയിൻ അത് ഈ ഇഞ്ചക്ഷൻ കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. ഡോണ്ട് വറി, ദൈവം ഫ്ലോറയുടെ സൈഡാ അല്ലേ? എനിക്കറിയാം ഒരു പ്രശ്നവും ഇല്ലെന്ന്. ഞാൻ പോലും അറിയാതെ ഇവരാ ഡോക്ടറെ വരുത്തിയത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി, പോകാം. നിങ്ങൾക്ക് ഈ ടീച്ചർ ഇഷ്ടാണോ? എത്രയും? ഒത്തിരി. ഒത്തിരി എന്ന് വെച്ചാ എത്രയും. അപ്പോ ഇഷ്ടമുള്ള ടീച്ചർ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? പറയാം, സത്യം പറയാം. ആരെയാണ് നിങ്ങൾ രാത്രികാലങ്ങളിൽ കാണാറുള്ളത്? എന്തേ? ടീച്ചറോട് സത്യം പറയുമെന്ന് പ്രോമിസ് ചെയ്തതാ. ഒലിവറിനറിയോ? ജോസഫിനോ? നിങ്ങൾ ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾ ആരെയും പേടിക്കണ്ട, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. പറയും, ഇവിടെ നടക്കുന്നതെല്ലാം ഞാൻ ടീച്ചറിനോട് പറയും. മിസ്റ്റർ ആന്റണി ലൂയിസ്. ഹലോ മാഡം, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കം ഓൺ, പ്ലീസ് കം ഇൻസൈഡ്. വിശിഷ്ട സേവനത്തിനുള്ള മെഡലുകൾ നേടിയിട്ടുള്ള ഒരു റിട്ടയർഡ് ആർമി ഓഫീസർ അല്ലേ നിങ്ങൾ? യെസ്. ഒളി ആക്രമണം ഒരു ധീരനായ പട്ടാളക്കാരന് ചേർന്നതാണോ? അതും ഒരു സ്ത്രീക്ക് നേരെ? മനസ്സിലായില്ല. മനസ്സിലാകില്ല. What happened? What happened, Louis? Get lost. നമ്മൾ ടീച്ചറോ പറഞ്ഞ കാര്യം പ്രശ്നാവോ? എന്താ പ്രശ്നം? നമ്മുടെ സത്യല്ലേ പറഞ്ഞത്? വർത്തമാനം പറയാതെ പണിയെടുക്കടാ. നീ അവിടെ പോടാ, പോയി പണിയെടുക്കണം. ये दुनिया के रखवाले ഫ്ലോറ പോയിരിക്കുന്നത് തലസ്ഥാനത്തേക്ക് തന്നെയാണെന്ന് ഡോക്ടർക്ക് ഉറപ്പുണ്ടോ? ഷുവർ. അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ മിനിസ്റ്ററുമായി ഷെയർ ചെയ്യാൻ തന്നെയാ അവരുടെ ഈ യാത്ര. എന്ത് ഇൻഫർമേഷൻ? എന്തൊക്കെയാ ഇൻഫർമേഷൻ? ഞാനും ഒന്ന് കേൾക്കട്ടെ. അന്ന് രാത്രി ഉണ്ടായ അറ്റാക്കിന് ശേഷം കുട്ടികൾ അവരുമായി കൂടുതൽ അടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഉപ്പും ചോറും തിന്നിട്ട്
ഈ നന്ദികേട് കാട്ടി ആ തെണ്ടി ആരാണ്? അത് മിസ്റ്റർ ആന്റണി ലൂയിസ് കണ്ടുപിടിക്കണം. വേഗം നടക്ക്, അമ്മായിപ്പ എന്നോട് തല്ലി പൊളിയും. ഡിന്നർ ഇപ്പൊ സെർവ് ചെയ്യണ്ട, ടേക്ക് ഇറ്റ് ബാക്ക്. ആരാണവൻ? പറയുന്നടാ, ആരാണവൻ? എന്നെ ഒറ്റുകൊടുത്ത യൂത. പറയടാ.
വാച്ച്മാൻ, എവിടെ കുട്ടികളെല്ലാവരും? ആരെയും കാണുന്നില്ലല്ലോ. ദേ, എല്ലാവർക്കും സമ്മാനങ്ങളുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ആ, ജോസഫ് ഏട്ടനും ഉണ്ട്. എന്താ ജോസഫ് ഏട്ട, എന്തിനാ കരയുന്നത്? ഞാൻ ഈ കുഞ്ഞുങ്ങളോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയിരുന്നത്. പക്ഷേ ഒന്നും മനഃപൂർവ്വം അല്ലായിരുന്നു. എനിക്കിവിടെ അതിനെ കഴിയൂ. എനിക്കുള്ള ഓർഡർ അതാണ്. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഇവിടെ എന്താ ഉണ്ടായത്? പറ, എന്താ? ഇനി ആ കുരുന്നിന്റെ പാട്ട് ഇവിടെ ആരും കേൾക്കില്ല. What do you mean? രാമു മരിച്ചു. അല്ല, അവനെ കൊന്നു. ജോസേട്ട എവിടെ ഇരിക്ക? ബോഡി എടുക്കാൻ സമയമായി. അയ്യോ അടിക്കല്ലേ, അയ്യോ അടിക്കല്ലേ. നിനക്ക്
മിണ്ടരുത്, മിണ്ടി പോകരുത്. എന്നെ എന്നെ ഇന്ന് ഞാൻ നടക്കട നടക്കട. എന്താ എന്ത് പറ്റി? എന്ത് പറ്റി മക്കളെ? പറ, എന്നോട് പറ. പറയില്ല. പറഞ്ഞ ഞങ്ങൾക്കിനി ഓരോ കൂട്ടുകാരെ നഷ്ടപ്പെടും. ഞങ്ങൾ ഒളിവറെ പോലെ. ഒലിവറിന് എന്ത് പറ്റി? യാമൂനെ പോലെ ഒളിവറിനെയും ആന്റണി ഒലിവർ 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 ഒലിവർ. ഇതെന്തോന്ന്? ഇതിനെത്രയാ? 250. എന്റെ കാശില്ല. കാശില്ലെങ്കിൽ പോടാ. ചെണ്ടാൻ വന്നേക്കത് രാവിലെ മനക്കെടുത്താൻ. ഏയ്, കാശ് ഞാൻ തരാം. ആ വാ മോനെ വാ. ആരാ? അതൊക്കെ പറയാം. മോന്റെ പേരെന്നാ?
Good morning, everybody. Today, we have got the Honorable Social Welfare Minister of the Central Government, Mr. Said Ahmed, as the chief guest of a Children's Day celebration. On this auspicious occasion, I welcome the Children's Chachaji to receive our Honorable Chief Guest. ഒടുവിൽ നമ്മുടെ മിഷൻ സഫലമാകാൻ പോകുന്നു. ആഘോഷിക്ക്. ഒലിവർ, ആർക്കും വേണ്ടാത്ത ഒരു തെണ്ടിച്ചക്കൻ ചിൽഡ്രൻസ് ഡേയിൽ നമുക്ക് വേണ്ടി പൊട്ടിച്ചു തരാൻ പോവാ. അതോടെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ലീഡർഷിപ്പ് എന്റെ കൈകളിലാ. പിന്നെ ഈ രാജ്യത്ത് ആരൊക്കെ ജീവിക്കണമെന്ന് ഞാൻ നിശ്ചയിക്കും. ഇനി നമ്മുടെ ഡ്രീം പ്രോജക്ട് സക്സസ് ആകുന്നവരെ ആ ഒലിവറെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിന്റെ ഡ്യൂട്ടിയാണ്. യെസ് ബോസ്. നിന്റെ വീട്ടിൽ അവൻ ജീവിക്കേണ്ടത് ഒരനുജനെ പോലെ മകനെ പോലെ ആയിരിക്കണം. ഓക്കെ. ഉമ്മ, അവൻ പാവാണ് കേട്ടാ. എത്രമാത്രം കഷ്ടപ്പാടുകളാ അവൻ അനുഭവിച്ചിട്ടുള്ളത്. അനാഥാലയത്തിൽ അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവൻ അവിടുന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ അടുത്തെത്തിയത് നന്നായി. നന്നായി. എന്റെ റബ്ബേ, ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പൊല്ലാപ്പാണ് ഉണ്ടാവാൻ പോണത്. സത്യം പറയിക്കാക്ക, അവനെ എവിടുന്ന കിട്ടിയത്? അത് പിന്നെ ഞാൻ മുതലാളി എന്നെ ഏൽപ്പിച്ചത് നോക്കാൻ. ദേ, നമുക്കൊരു പെങ്കൊച്ച ഉള്ളതെന്ന് ഓർമ്മ വേണം. എന്നെ കൊണ്ടൊന്നും. അവന്റെ പേരാ രസം. ഒലിവർ ട്വിസ്റ്റ് എന്ന അനാഥാലയത്തിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. ഇക്ക, ഇതൊന്നും ശരിയാവില്ല ഏട്ടാ. അവനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് ഞാൻ ചെന്നിക്കാരന്റെ മുതലാളിയോട് പറയാം. അതൊന്നും വേണ്ട. 2 ആഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. അവന് മുതലാളി ഒന്ന് കൊണ്ടുപോയിക്കോളും. അതൊരു നീ ഒന്ന് ക്ഷമിക്കേ. അപ്പൊ 2 ആഴ്ചകളില് ഒളിവർ ഇവിടുന്ന് പോവോ? ഈ ഒന്നും മിണ്ടാതിരിടി പെണ്ണെ. ആ മുസീബത്തിനെ ഒഴിവാക്കാൻ നോക്കുമ്പോളാ അവളുടെ ഒരു പുന്നാരം. അല്ല, അവനെവിടെ? എവിടെ ഒലിവർ? കേട്ടില്ലേ? ഉപ്പാന്റെ കൂടെ ആ ചെക്കൻ. പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഈ ഉപ്പാന്റെ ഒരു കാര്യം പഴയ ആയുധങ്ങളൊക്കെ എടുത്ത് ഇടങ്ങേറാക്കുന്ന തോന്നണ. എന്താ റബ്ബേ. പോര്, നീയേ ഊണെടുത്ത് വെക്ക്. ഞാൻ ആ ചെക്കനെയും കൊണ്ടുവരാം. ചിൽഡ്രൻസ് ഡേക്ക് ഇനി 7 ദിവസം മാത്രം. ഇതിനകം ഒലിവറെ നമ്മുടെ മിഷൻ വിജയിപ്പിക്കാൻ സജ്ജമാക്കണം. അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇതിലുണ്ട്. ഓക്കെ? എന്ത് വേണം സാർ? എല്ലാ വെറൈറ്റിയും ഉണ്ട്. പിച്ചി, റോസ, മുല്ല. വെറും 1 മാസം കൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യങ്ങളാ ഇതൊക്കെ. പല വിഷയങ്ങളിലും വളരെ ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഡ്രഗ് മാഫിയയുടെ ഇൻവോൾവ്മെന്റ് ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അവിടുത്തെ പുതിയ ഇഷ്യൂ ഒരു കുട്ടിയുടെ മിസ്സിങ്ങിനെ പറ്റിയാണല്ലേ? അതെ, വെറും ഒരു മിസ്സിംഗ് കേസായി അത് കാണാൻ പറ്റില്ല സർ. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതൊരു പ്ലാൻഡ് മർഡർ ആണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇതൊക്കെ ഈ സാക്ഷര കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത്? കഷ്ടം. എങ്കിൽ ആ കുട്ടിയുടെ മിസ്സിങ്ങിനെ പറ്റി വളരെ സീരിയസ് ആയൊരു എൻക്വയറിക്ക് ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം. താങ്ക് യു സർ. മാഡം വരുന്നുണ്ട്. ഈ സ്ഥാപനത്തെപ്പറ്റി അടുത്ത കാലങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ചില റിപ്പോർട്ടുകളുടെ നിജസ്ഥിതി അറിയുവാനാണ് ഞങ്ങൾ വന്നത്. മാഡം ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ? ഓ ഷുവർ. മാഡം വന്നതിന് ശേഷം അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നൊരു ആരോപണമുണ്ടല്ലോ, എന്താണ് അഭിപ്രായം? പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനല്ല, ഉള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി കമ്മീഷന്റെ ഈഗോയാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. എങ്ങനെ പ്രതികരിക്കുന്നു? മാഡത്തിന്റെ കഴിഞ്ഞ 1 മാസത്തെ അന്വേഷണം ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുത്തിയെന്നാണല്ലോ പൊതുവെയുള്ള സംസാരം.
ചില സങ്കുചിത താല്പര്യങ്ങൾ മുൻനിർത്തി ചിലർ കളിക്കുന്ന നാടകത്തിന്റെ ഭാഗമായിട്ടാണ് ഒലിവർ എന്ന കുട്ടിയുടെ തിരോധാനം എന്ന് ഞാൻ പറഞ്ഞാൽ? പ്ലീസ്, ഇവിടെ നടന്ന സംഭവങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട്. അന്വേഷണത്തിനൊരു പ്രത്യേക ടീമിനെ തന്നെ അപ്പോയിന്റ് ചെയ്യാമെന്ന് മിനിസ്റ്റർ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. പോരെ? ആരോപണ വിധേയായ കമ്മീഷനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിനല്ലേ കൂടുതൽ വിശ്വാസ്യത നേടാൻ കഴിയുക? നോ മോർ ക്വസ്റ്റ്യൻസ് പ്ലീസ്. ഇവിടെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് പറ്റിയ ഒരു മൂഡിലുമല്ല ഞാൻ. സോറി പ്ലീസ് മാഡം. തൻ്റെ ഈ പ്രത്യേക ചുമതലയുടെ കാര്യം സത്യത്തിൽ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. ഇനി താൻ പേടിക്കണ്ടോ, കാര്യങ്ങളെല്ലാം എൻ്റെ കൺട്രോളിലാ. എന്നാലും ഒരു ഡൗട്ടും വേണ്ട, ഒലിവറുടെ തിരോധാനത്തിന് പിന്നിൽ ഫ്ലോറയാണെന്ന് വരുത്തി തീർക്കണം. അത്രയല്ലേ വേണ്ടൂ? അത് മതി. എന്നിരുന്നാലും താൻ കരുതുന്ന പോലെ അതത്ര എളുപ്പമാണോ? ഒക്കെ ഞാൻ ഏറ്റു. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാക്സ് മുള്ളറിലേക്ക് നാളെ വരുന്നുണ്ട്. ഫ്ലോറയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ഞാനൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യും. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ തനിക്ക് മാത്രമേ കഴിയൂ. ഐ ആം ടോട്ടലി ഇന്നസെന്റ് എന്ന് ഞാനങ്ങ് തീർത്തും വിശ്വസിക്കുന്നില്ല. സത്യത്തിൽ താൻ അവനെ കൊന്നു? എടോ, താനും യൂട്യൂബ് ബ്രൂട്ടസ് അല്ലേ? ഏയ്, അങ്ങനെയല്ല. എന്നാലും എക്സ്ക്യൂസ് മീ മാഡം. ഐ ആം അലക്സ് ചെറിയാൻ, സൂപ്രണ്ട് ഓഫ് പോലീസ്. ഒഫീഷ്യലായിട്ടൊന്ന് കാണണമായിരുന്നു. പറയൂ. എനിവേ, ഐ ഡോണ്ട് വാണ്ട് ടു ബീറ്റ് അറൗണ്ട് ദ ബുഷ്. ഒലിവർ എന്ന കുട്ടിയുടെ മിസ്സിംഗിന്റെ അന്വേഷണ ചുമതല എനിക്കാണ്. ഐ എക്സ്പെക്ട് യുവർ മാക്സിമം കോപ്പറേഷൻ. ഷുവർ. താങ്ക് യു മാഡം. ആൻഡ് ഓൾസോ യുവേഴ്സ്, മിസ്റ്റർ ആന്റണി ലൂയിസ്. പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഒരുത്തനും വേണ്ടി പോകരുത്. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നാളെ പോലീസ് ചോദിക്കുമ്പോ എന്താ പറയാ? ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞ അയാൾ നമ്മളെ ആരുടെ അവിടെ പിറുപിറുക്കുന്നേ? മാഡത്തിന് ഓഫീസിൽ അന്വേഷിച്ചു. ഡോർമെട്രിയിലാണെന്ന് പറഞ്ഞു. സോ ഹൗസ് യു ഇൻവെസ്റ്റിഗേഷൻ? ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ടു ദ റൂട്ട്സ്. ഞാനൊരു ഡീപ്പ് എൻക്വയറിയാണ് നടത്തിയത്. മാഡം സംശയിക്കുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഐ മീൻ ആന്റണി ലൂയിസ് ഒലിവറിനെ മർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും എന്തെങ്കിലും സൂചന കുട്ടികളിൽ നിന്നും എനിക്ക് ലഭിക്കുമായിരുന്നു. ഐ നോ ദിസ് കൺവിക്ട് ഇസ് നോട്ട് ആൻ ഈസി ക്യാച്ച്. ഇവിടെയും അയാളൊരു ഇന്റലിജന്റ് പ്ലേ നടത്തിയിട്ടുണ്ടാവും. അതിനുള്ള സർവ്വസന്നാഹങ്ങളും അയക്കുണ്ടല്ലോ. പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നത് മാഡം. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ വസ്തുക്കൾ വെച്ച് ഐ എം സോറി മാഡം, സംശയങ്ങളെല്ലാം മാഡത്തിനെതിരാണ്. യു മീൻ? യു ആർ ദ റിയൽ സസ്പെക്ട് ഫോർ ദ ഡെക്കോയിറ്റി. വെൽ ഡൺ മിസ്റ്റർ ആന്റണി ലൂയിസ്, വെൽ ഡൺ. നിങ്ങൾ എനിക്ക് നേരെ ബുദ്ധിപൂർവം തീർത്ത നാടകം അതിമനോഹരമായിരിക്കുന്നു. ഈ പ്രകൃതി പോലെ. ഹലോ മിസ് ഫ്ലോറ, നിങ്ങൾ അന്വേഷണ കമ്മീഷനൊക്കെ ആയിരിക്കും, ബട്ട് ദിസ് ഈസ് മൈ ഓഫീസ്. മൈൻഡ് ഇറ്റ്. പറയും മിസ്റ്റർ ആന്റണി ലൂയിസ്, ഇതിനു മുൻപ് ഇതുപോലെ നിങ്ങൾ എത്ര കുഞ്ഞുങ്ങളെയാ കൊന്നിരിക്കുന്നത്? മിസ്റ്റർ ആന്റണി ലൂയിസ്, ഇത് നിങ്ങളുടെ അവസാനത്തെ ഗെയിമാണ്. ഇല്ല,
എൻ്റെ ഒരു രോമത്തെ തൊടാൻ പോലും നിന്നെ കൊണ്ടാവില്ല. നിനക്കെന്നല്ല, ആർക്കും. ഈ കോൺഫിഡൻസ് നല്ലതാണ്. ബട്ട് ഒന്നോർത്തോളൂ, നിങ്ങളെ കൊടുക്കുവാനുള്ള എല്ലാ എവിഡൻസും ഞാൻ ശേഖരിച്ചു കഴിഞ്ഞു. ഡോക്ടർ, എവിഡൻസ്, തെളിവ്. ഈ ചിരി ഇനി അധിക കാലം ഉണ്ടാവില്ല. ഇതേതാണ് ഈ പുതിയ സ്ഥലം? ഇപ്പൊ നമ്മുടെ ഓരോ മൂമെന്റ്സും ഫ്ലോറ വാച്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാ നമ്മുടെ മീറ്റിംഗ് രഹസ്യമായിട്ട് ഇവിടെ ആക്കിയത്. എടോ SP, താൻ അന്ന് പറഞ്ഞത് നേരാ. മറ്റ് കമ്മീഷനെ പോലെ ഒന്നും അല്ല ഫ്ലോറ. ഷീ ഈസ് എക്സ്ട്രാ ബ്രില്യൻറ്റ്. താങ്ക് ഗോഡ്. ഇപ്പോഴെങ്കിലും തനിക്കത് ബോധ്യമായല്ലോ. ഒരു ബോട്ടിൽ വിസ്കി. അവർ വന്ന് ഓർഫനേജിൻ്റെ ഗസ്റ്റ് റൂമിൽ താമസം ആരംഭിച്ചപ്പോഴേ എന്തോ ചില വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെ ആയിരുന്നു എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. അവർ കുട്ടികളോട് കൂടുതൽ അടുത്താൽ കാര്യങ്ങൾ നമ്മളുടെ കൈവിട്ടു പോകും. ശരിയാണ്. ഇനിയെങ്കിലും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഓർഫനേജിൻ്റെ മറവിൽ നടക്കുന്ന പല ഡീലിങ്സും ഫ്ലോറയുടെ കണ്ണിൽപ്പെടും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പിന്നെ നമ്മുടെ കാര്യം. ലൂയിസ് ടെൻഷൻ ആവണ്ട. കോൺട്രവേഴ്ഷ്യലായ മറ്റേതെങ്കിലും എൻക്വയറിയുടെ പേരിൽ ഫ്ലോറയെ ഇവിടുന്ന് മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ. മിനിസ്ട്രിയിലൊക്കെ വലിയ ഇൻഫ്ലുവൻസ് ആണെന്നാണല്ലോ താൻ എപ്പോഴും എന്നോട് പറയുന്നത്. ഡു ഇറ്റ്. ആരാത്? ഞാനാണ് സിസ്റ്റർ ലൂയിസ്. എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന്? ഞാനൊരു പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധിയോ മിസ്റ്റർ ആന്റണി ലൂയിസിന്? അടുത്തിടെ ഓർഫൻ ഹൗസിൽ ചില സംഭവങ്ങൾ നടന്നു. കൂട്ടത്തിൽ ഒരു കുട്ടി മിസ്സിംഗ് ആണ്. കുട്ടികളും കൂടെയുള്ളവരും പറയുന്നത് ഞാൻ അവനെ കൊന്നു എന്നാണ്. ഇല്ല ലൂയിസ്, ഞാനത് വിശ്വസിക്കുന്നില്ല. അപ്പൊ പറയൂ സിസ്റ്റർ, അവൻ എവിടെയുണ്ടെന്ന് പറയൂ. അല്ല, അവൻ ഇവിടെയുണ്ടെന്ന് പറയൂ. സിസ്റ്റർ ഓർക്കുന്നില്ലേ, വർഷങ്ങൾക്ക് മുൻപ് ഈ കോൺവെന്റിൽ നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുപോയ ആ കുട്ടിയെ? ആര്? ഒലിവറോ? അതെ, ഒലിവർ. ഇതാരാന്ന് ഒലുവന് മനസ്സിലായോ? ഇനി മുതൽ ഒലുവനെ സ്നേഹിക്കാൻ മറ്റു ചിലരുടെ ഉണ്ടാവും. മിസ്റ്റർ ലൂയിസ്, ഒലിവർ. ഇനി ഈ കുരുന്നിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ് മിസ്റ്റർ ലൂയിസ്. ഞാൻ നട്ടു വളർത്തുന്ന ഒലിവിലെ ഒരു മുകുളമാണിവൻ, ഒലിവർ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഞാനിവനെ മിസ്റ്റർ ലൂയിസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വളരെ വിഷമത്തോടെയാണ്. പക്ഷെ അത് ചെയ്യാതെ എനിക്ക് പറ്റില്ലല്ലോ.
ഐ അണ്ടർസ്റ്റുഡ്. ഒരു പട്ടാളക്കാരനായി പോയതുകൊണ്ട് തോന്നുന്നതാണോ എന്നെനിക്കറിയില്ല. കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, പരിലാളിക്കണം. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞാൽ അവനെ നിർബന്ധിതമായും കുറഞ്ഞത് 3 വർഷമെങ്കിലും സൈനിക സേവനത്തിന് അയക്കണം. അങ്ങനെ അവനിൽ അച്ചടക്കവും രാജ്യസ്നേഹവും വളർത്തണം. എനിക്ക് ഉറപ്പുണ്ട് ലൂയിസിന്റെ കൈകളിൽ ഇവൻ സുരക്ഷിതനാകുന്നു. ഗോഡ് ബ്ലെസ് യു മോനെ. ഞാനിവനെ ഒരു കൊച്ചു മിടുക്കനാക്കും. ഒളിവർ എവിടെ? എന്റെ ഒളിവർ എവിടെ? What happened to him? Tell me, Major, what happened to him? എല്ലാവർക്കും ഇപ്പൊ സന്തോഷായില്ലേ? എല്ലാവരുടെ പിണക്കവും മാറിയില്ലേ? ഇല്ല സിസ്റ്റർ, നേരത്തെ സിസ്റ്റർ വന്നപ്പോ പറഞ്ഞു ഒരു പാട്ട് പഠിപ്പിച്ചു തരാന്ന്. പിന്നെ എന്താ ഇപ്പൊ പാട്ട് പഠിപ്പിച്ചു തരാത്തെ? സിസ്റ്റർ അറിഞ്ഞോ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ കാണാൻ വന്ന അങ്കിളും ആന്റി രാമുവിന് പാട്ടറിയാന്ന് പറഞ്ഞപ്പോ മൗത്തോർക്കം കൊടുത്തിട്ട് പോയി. എടാ നോക്കട്ടെ. പക്ഷെ സിസ്റ്റർ അവന് ശരിക്കും പാട്ടൊന്നും പാടാൻ അറിയില്ല. സിസ്റ്ററെ, ഞങ്ങൾക്ക് ഒരു പാട്ട് പഠിപ്പിച്ചു തരുമോ? അയ്യോ, ഇനി സിസ്റ്റർ അടുത്ത പ്രാവശ്യം വരുമ്പോ പഠിപ്പിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, പാടിത്തരാം. ആവേ ആവേ ഒന്ന് പാടിയേ. ആവേ മറിയ, ആവേ 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 മറിയ. എല്ലാവരും ഒരുമിച്ചൊന്ന് പാടിയേ. ആവേ ആവേ മറിയ, ആവേ ആവേ മറിയ. മാമകഹൃത്തത്തിൻ നിൻ സ്വന്തമമ്മി, ഓ മേരി നിർമ്മലി തൃക്കൺ പാർക്കെന്നീ. ആവേ 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 മറിയ, ആവേ 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 മറിയ.
നിങ്ങൾ കൂടെ പിടിക്കേ, വലിക്കേ വലിക്കേ, ആ വലിക്കേ. അമ്മേ അമ്മേ, നന്ദി. താങ്ക്സ് ഓൾ ഓഫ് യു. സ്കൂൾ ഗേറ്റിൽ നിന്നും ഡയസിലേക്ക് 200 മീറ്ററും നമ്മൾ റിമോട്ട് കൺട്രോളുമായി വെയിറ്റ് ചെയ്യുന്ന ഈ സ്പോട്ടിലേക്ക് 150 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ടോട്ടൽ 350 മീറ്റർ അല്ലേ? ദാറ്റ്സ് ഗുഡ്. പക്ഷേ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ സ്പോട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരികയാണെങ്കിൽ റിമോട്ടിന് കൂടുതൽ റേഞ്ച് കിട്ടണം. അതിന് എത്ര സമയം വേണ്ടി വരും? Come on, tell me. 1 week. 1 week? No, never. Only 2 days. I want a bomb with a blasting range of half a kilometer. Okay? Yes, boss. അമ്മ. ആ. ആര്? ടോമിയോ? ഒന്ന് പിടിച്ച ഭയങ്കര ഭാരം. ഇറ്റ്സ് ഓൾ ഫോർ യു. ഇതെല്ലാം നിങ്ങൾക്കുള്ളതാ. നിങ്ങളെന്റെ പുതിയ കൂട്ടുകാരാ. ഇഷ്ടായോ?
എടാ നീ പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. എന്താന്ന് വെച്ചാ പറ. നീ ആരോടും പറയണ്ട. എല്ലാരും ചത്തു എന്ന് പറഞ്ഞ ചെക്കനില്ലേ, അവനെയാ ഞാനിന്ന് കണ്ടത്. ആരെ? ആ തെണ്ടി ചെക്കൻ ഒലിവർ. എവിടെ വെച്ച്? ചരക്കെടുക്കാൻ പോയപ്പോ ചന്തയെ വെച്ച് ഞാൻ കണ്ടു. Is it true? കൂടുതലൊന്നും അറിയില്ല മാഡം. എന്നെ കണ്ടപ്പോഴേക്കും സംസാരം നിർത്തിക്കളഞ്ഞു. അവരോടൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും പറയാൻ വഴിയില്ല. ഇവിടെ ഒരുത്തൻ ചത്ത അത്രയും പണി കുറഞ്ഞു എന്നാ ഇവിടെയുള്ളവരുടെ വിചാരം. ഓ ഗോഡ്, സ്ട്രീറ്റിൽ അവൻ എവിടെയായിരിക്കുമോ ആവോ. അവനവിടെ സെക്യൂർ ആയിരുന്നാ മതിയായിരുന്നു. ബട്ട് എനിക്ക് അവനെ കണ്ടുപിടിക്കണം, എത്രയും പെട്ടെന്ന്, അറ്റ് ദ ഏർലിയസ്റ്റ് പോസിബിൾ. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? അതൊരു പക്ഷേ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ മാഡം? Now I know what to do. எந்த ஐயா இந்த தடவை விலை எல்லாம் ரொம்ப ஜாஸ்தியா இருக்கு. அப்படி சொல்லாதையா. இந்த ஓணம் திருவிழாவுக்கு இந்த ஏரியாயில என் ஷோப்பா ஃபர்ஸ்ட். பூரா பிசினஸ் உங்களுக்கு தான் நான் கொடுத்தது. നല്ല ഭംഗി. ഇവിടെ കുറച്ചുകൂടെ നല്ല ഫ്ലവേഴ്സ് ഉണ്ട്, ഭംഗിയുള്ള പൂക്കൾ. സാറാ ഇത് നോക്കി. ഒലിവർ അല്ലേ? ഒലിവറോ? ഒലിവർ ഉപ്പ മനുഷ്യനെ തീ തീറ്റിച്ചു. നോക്കാവുന്നിടത്തൊക്കെ നോക്കി. ഉപ്പയ്ക്ക് എന്തിന്റെ സൂക്കേടാ? ഇവരെ നോക്കി അവിടെ ഇരിക്കാനല്ല ഞാൻ പറഞ്ഞിരുന്നേ. അല്ല മോനെ, ഒന്നും പറയണ്ട, വന്ന് വണ്ടി കയറി. ഒലിവർ, നിങ്ങൾ കണ്ടത് ഒലിവറിനെ തന്നെയാണോ? അതെ, അത് ഒലിവർ തന്നെ. ഹലോ, മിസ്റ്റർ ആന്റണി ലൂയിസ്. എന്താ സിസ്റ്റർ ആലോചിക്കുന്നത്? അല്ല, ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനാണ് അയാളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒലിവറിനെ കണ്ട വിവരം ഞാൻ ഒരിക്കലും അയാളെ അറിയിക്കില്ലായിരുന്നു. അതത്ര കാര്യമാക്കണ്ട സിസ്റ്റർ. അവൻ ജീവനോടുണ്ടല്ലോ. ആശ്വാസം. കുട്ടിക്കാലത്തെ ഒലിവറിനെ കുറിച്ച് കുറെ നല്ല ഓർമ്മകൾ സിസ്റ്ററിനുണ്ടാവുമല്ലോ. അന്നൊക്കെ എന്നോടായിരുന്നു അവനെ ഏറ്റവും പ്രിയം. തെരുവിൽ നിന്ന് കിട്ടുന്ന കുട്ടികൾ പിച്ചു വെച്ച് കളിക്കുന്ന പ്രായം വരെ ഇവിടെ ഉണ്ടാവും.
അതുവരെ അവർക്ക് അമ്മയും കൂട്ടുകാരൊക്കെ ഞങ്ങൾ തന്നെയാ. പിന്നെ ഒരു പ്രായമായ മറ്റുള്ള ഓഫനേജുകൾ അവരെ ഇവിടെ വന്ന് അഡോപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു ഫ്ലോറ, 6ാമത്തെ വയസ്സിലാണ് അവൻ ഈ കൈകളിൽ നിന്ന് വിട്ടുപോയത്. ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. ഒരുപാട് കുഞ്ഞുങ്ങളെ താലോലിച്ച കൈകളല്ലേ. ഇറ്റ്സ് ഓൾ ഗോഡ്സ് ബ്ലെസ്സിങ്സ്. ബോംബ് റെഡി? വരൂ. ബോസ്, പ്ലീസ് കം. നിനക്ക് എന്തു പറ്റി? സൈറ, എന്റെ മോളെ സൈറ, 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 എന്റെ മോളെ.
ഒലിവർ, 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 ഞാൻ നിന്നെ എവിടെയെല്ലാം തേടി. ദിവസങ്ങളായി ഞാൻ നിന്നെ അന്വേഷിക്കുകയാണ്. നീ എന്താ ഇങ്ങനെയൊക്കെ? എന്തു വേഷമാടാ ഇത്? വാ, നമുക്ക് പോകാം. ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു. എല്ലാം എനിക്ക് ബോധ്യമായി. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നീ എൻ്റെ കൂടെ വരണം. ഇല്ല, ഞാൻ ഒരിക്കലും വരില്ല അവിടേക്ക്. നീ എന്തിനാ പേടിക്കുന്നത്? പേടിയോ? എനിക്കോ? വെറുപ്പാണ്, പകയാണ്. നിങ്ങൾ എൻ്റെ ആരുമല്ല. എൻ്റെ പിന്നാലെ വരരുത്. ആരോരുമില്ലാത്തവനാണ് ഞാൻ, അനാഥ. ഇനിയും അങ്ങനെ മതി. എൻ്റെ വഴി ഞാൻ കണ്ടെത്തി. എൻ്റെ ഇഷ്ടം, ഇനി എൻ്റെ ഇഷ്ടം മാത്രം. ഒലിവർ, 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 ഇനി മുതൽ നീ അനാഥനല്ല. നിന്നെ അന്വേഷിച്ച് നടക്കാൻ ഇനി ഒരിടവും ബാക്കിയില്ല. നിന്നെ ജീവനോടെ കാണാൻ കഴിഞ്ഞത് ഭാഗ്യാണ്. ഇനി നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഒലിവർ, വാ, നമുക്ക് പോവാം. ഒലിവർ, 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 ഒലിവർ.